ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഡൗ ഡിലൈറ്റ്. അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വന്നെത്തിയല്ലേ. അപ്പോൾ എൻ്റെയും ഡൗ ഡിലൈറ്റിൻ്റെ ഒക്കെ എല്ലാവരുടെയും പേരിൽ ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കുവാണ് കേട്ടോ. അങ്ങനെ ക്രിസ്മസ് ഒക്കെ വന്നെത്തി, കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട്. അപ്പം കുറേ പേരൊക്കെ തിരക്കുന്നുണ്ട്, ഷോപ്പ് എങ്ങനെ പോകുന്നത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്. വിശേഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ, കോമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി കോമൻസ് ആണ്, പ്രത്യേകം എടുത്ത് പറയാനുള്ളതാണ്. അപ്പോൾ അതേപോലെ കുറേ അധികം മധുരമായ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണണേ, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. നമ്മളുടെ ക്രിസ്മസ് പപ്പ ഇല്ലാതെ എന്താഘോഷം അല്ലേ. അതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ പപ്പക്കുട്ടനെ ആദ്യം ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് കാണുന്നില്ല. അങ്ങനെ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മളതൊന്ന് ഡബിൾ എൻഡ് ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം എനിക്ക് സ്റ്റാർസ് ഒക്കെ ഇടണം. അപ്പം നമ്മളുടെ നോർമൽ സ്റ്റാർസ് അല്ലാതെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസൊക്കെ കുറേ അധികം ഒക്കെ വേണം. ഓരോ കോൺസെപ്റ്റിലൊക്കെയാണ് പോയത്, അവസാനം നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ സ്റ്റാർസാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസാണ് കൂടുതലും എനിക്കിഷ്ടം ഇടാൻ. അങ്ങനെ പിന്നെ ലൈറ്റിങ്ങും അതേപോലെ വയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കത്ര പിടുത്തമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ഒരു ഇക്ക ഉണ്ട് അവിടെ അടുത്ത് തന്നെ. അപ്പോൾ പുള്ളിക്കാരനാണ് വന്ന് ഇതെല്ലാം ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ മെയിൻ പണി. അപ്പോൾ ഇതെല്ലാം മേടിക്കാൻ പോകാനും സെറ്റ് ചെയ്യാനും കാര്യങ്ങളും എൻ്റെ ബാഗിലും ഒക്കെ നിൽക്കുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ ഈ ലാസ്റ്റ് ടൈം വന്ന് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ എൻ്റെ ഒരു ജോലിയുള്ളൂ. അപ്പോൾ എല്ലാവരും ശരിക്കും എന്താ സുഖമെന്നല്ലേ. അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നതും അതൊരിത്തിരി സമയം എടുക്കുന്ന ഒരു പണിയാണ്. അതേപോലെ ആ ഫ്രിഡ്ജിൽ കണ്ടില്ലേ ആ കേക്ക് ഇത്രയും, പിന്നെ അതേപോലെ നമുക്ക് അല്ലാതെ ഓർഡേഴ്സ് വരുന്ന കേക്ക്, കസ്റ്റമൈസ്ഡ് അല്ലാതെ ടയർ കേക്ക്സ്, ഇതെല്ലാം ഒരാൾ, അതായത് ഞാൻ മാത്രമാണെന്ന് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കേക്ക് ആർക്കും അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്, ഇപ്പം ഷോപ്പൊക്കെ ആയില്ലേ, അപ്പം നമ്മൾ പണ്ടത്തെ മേടിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ആണോ ചെയ്യുന്നത് എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ ഷോപ്പിൽ അതെല്ലാം കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനകത്തുനിന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഓർഡർ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. നമ്മളെ ക്വാളിറ്റിയിലും ആ ഒരു ക്വാണ്ടിറ്റിയിലും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോഴും എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത്, ഈ 8 ഇയേഴ്സ് എങ്ങനെയാണോ നമ്മൾ ഡൗ ഡിലൈറ്റ് പോയിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമാണ് ആ കേക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം കുറേ പേർക്ക് അതിൻ്റെ ഒരു കോമൻസും കാര്യങ്ങളും അതേപോലെ എനിക്ക് പേഴ്സണൽ മെസ്സേജസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ക്രിസ്മസ് സ്റ്റാർസ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമ്മളൊന്ന് ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു ഷോപ്പിൻ്റെ കേട്ടോ. അങ്ങനെ നമ്മളുടെ ഷോപ്പൊക്കെ ഓപ്പൺ ആയ ടൈമിലും അതേപോലെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പം ഞാൻ എല്ലാ വർഷവും ഞാൻ ഇവിടെ ഇങ്ങനെ കേക്ക്സ് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇവിടെ ആണ് കേട്ടോ മിക്കവാറും ഒക്കെ കൊടുക്കുന്നത്. കണ്ടല്ലേ ആ ഒരു മുഖത്ത് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ചിരി ഉണ്ടല്ലോ. അയ്യോ, അത് നമ്മളിനി എവിടെ നിന്നാണെങ്കിലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാ വർഷവും നമ്മൾ കോവിഡ് ടൈമിന് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാതെ അതിന് മുന്നേയും, കോവിഡിന് മുന്നേ അതിന് ശേഷമൊക്കെ ഞാൻ ഇവിടെ എപ്പോഴും ഞാൻ കേക്ക്സ് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ കോമൻസ് വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ നെഗറ്റീവ് ആയിരിക്കും കുറച്ച് പേര് പറയുന്നത്. എന്തിനാണ് അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ ഞാനിത് പെർമിഷനോട് കൂടിയിട്ട് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത്രയും നാൾ കൊടുത്തെങ്കിലും ഞാനൊരു സ്റ്റേറ്റസ് പോലും ഇതേവരെ ഇട്ടിട്ടില്ല. ഇപ്പം ഇത് ഇടാൻ കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല വീഡിയോസും പണ്ട് ഞാനിങ്ങനെ കാണുമ്പം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കും എനിക്കും ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റണം എന്ന്. അപ്പം അന്ന് എനിക്ക് അങ്ങനെ ആരൊക്കെയൊക്കെ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് എനിക്കിപ്പോൾ ഇതേപോലെ കൊടുക്കാനുള്ള ഒരു പ്രചോദനമായത്. അപ്പം ഞാൻ കാരണം മറ്റൊരാൾക്കെങ്കിലും അങ്ങനെ ഒരു പ്രചോദനം ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു, നമുക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഈ വട്ടം കൊടുത്ത കേക്ക് റെഡ് ബി കേക്കാണ് കേട്ടോ. കോമ്പിനേഷൻ ഓഫ് വാനില, ചോക്ലേറ്റ് ആൻഡ് റെഡ് വെൽവെറ്റ് ആണ് കൊടുത്തത്. എനിക്ക് ഒരുപാട് മൂവിങ് ആയിട്ട് പോകുന്ന കേക്കുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഞാൻ എപ്പോഴും അവിടെ കൊടുക്കാറുള്ളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കൊടുക്കണം, അതിലൊരു കോംപ്രമൈസിങ്ങും ഇല്ല കേട്ടോ.
ഇനി നമുക്ക് കുറച്ച് കേക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോവാമേ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മളെ ഷോപ്പിലേക്ക് വെക്കാനും അല്ലാതെയും നമുക്ക് നേരത്തെ പ്രീ ഓർഡേഴ്സ് വരുന്ന ഡിസൈൻ കേക്ക്സ്, തീം കേക്ക്സ്, റെക്ടാങ്കിൾ കേക്ക്സ്, ടയർ കേക്ക്സ് അങ്ങനെയുള്ള കുറെ കേക്ക്സ് ആണ് കേട്ടോ. നമ്മൾ ഷോപ്പും ഒക്കെ ആയിട്ട് ആദ്യം ഒന്ന് സെറ്റ് ആവാൻ ഒരു ഇത്തിരി ടൈം എടുക്കും കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആസ് യൂഷ്വൽ പോകുന്ന ആ ഒരു റുട്ടീനിൽ നിന്ന് കുറച്ച് നല്ല ഡിഫറെൻ്റ് ആണ് നമ്മൾ ഷോപ്പ് ഇടുമ്പോൾ. അതേപോലെ ആ കസ്റ്റമേഴ്സ് വരും, അതേപോലെ ഹാൻഡിൽ ചെയ്യണം, അതേപോലെ തന്നെ കുറച്ചധികം കേക്ക്സ് വേണം. നമുക്ക് നോർമലി ആസ് യൂഷ്വൽ നമ്മൾ നോർമലി ഇങ്ങനെ കേക്ക്സ് ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈം ആയിരുന്നല്ലോ അത്. അപ്പം തീം കേക്ക്സും ടയർ കേക്ക്സും ഒക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഷോപ്പിലേക്ക് ഫില്ല് ചെയ്ത് വെക്കേണ്ട കേക്ക്സും കൂടെ ഒക്കെ ഉണ്ട്. അതുമല്ല കുഞ്ഞ് കേക്ക്സ് തൊട്ട് നമുക്ക് അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള കേക്ക്സ് വരെ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കി വെക്കേണ്ട ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ടയർ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചധികം സമയം എടുക്കും. പിന്നെ ചില കസ്റ്റമേഴ്സിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതേപോലെ സൈഡിൽ അങ്ങനെ ഒന്ന് കോട്ട് ചെയ്യണം, അതാണ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ സാധാരണ ഗനാഷൊക്കെയാണ് ഡ്രിപ്പ് ചെയ്യുന്നത്. അപ്പം ബേക്കറീസിലൊക്കെ ഇതേപോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ആ ഒരു ലുക്ക് തന്നെ വേണം കേട്ടോ. ബേക്കറീസൊക്കെ എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടാണ് നോക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് മാർബിൾ കേക്കാണ്, പ്ലെയിൻ വാനില കേക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ക്രിസ്മസ് ടൈമിലെ പ്ലം കേക്ക്സ് ഉണ്ട്, അത് 1/2 kg ഉണ്ട്, 1 kg ഉണ്ട്, മിനി കേക്ക്സ് ഉണ്ട് കേട്ടോ, കുഞ്ഞ് കേക്ക് വരെ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റിച്ച് പ്ലം ആണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു പ്ലം കേക്ക് കഴിക്കുന്നതും നമ്മളെ ഡവി ഡിലൈറ്റിന്റെ പ്ലമും തമ്മിൽ നല്ല എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല റിച്ച് ഫില്ലിങ്സോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കട്ട് പീസ് കേക്ക്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയുള്ള കുറേ കട്ട് പീസ് കേക്ക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഷോപ്പ് ഇനാഗ്രേഷൻ എത്താൻ പറ്റാത്ത കുറേ അധികം കൂട്ടുകാരും അല്ലാതെ തന്നെ നമ്മളുടെ വെൽവിഷേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ഷോപ്പിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസ് ഞാൻ എടുക്കാൻ പറ്റുന്നവരുടെ എല്ലാ ഫോട്ടോസും ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കണേ. പിന്നെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എപ്പോൾ വന്നാലും കേക്ക് അവൈലബിൾ ആയിരിക്കുമോ, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്നത്, എപ്പോഴാണ് ക്ലോസിങ് ടൈം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും നമുക്ക് 1 kg 1/2 kg അവൈലബിൾ ആയിരിക്കും. മിക്കവാറുമൊക്കെ ബ്ലാക്ക്, വൈറ്റ്, റെഡ്, അതുപോലെ വാൻജോ അങ്ങനത്തെ ഉള്ള കേക്ക്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഒരു 9-9:30 ആ ഒരു ടൈമിൽ ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ചെയ്താൽ പിന്നെ ഒരു 10-10:30 രാത്രി വരെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ള എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഷോപ്പും എൻ്റെ ഒരു വീടും തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ കേക്ക് വേണ്ടത് ആ ടൈമിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ബോർഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേത് നമ്പർ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. എപ്പോഴാണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ കേക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വന്ന് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ പറയും 24 hours കേക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ 24 hours എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചിലരൊക്കെ പറയും, ചില നെഗറ്റീവ് കമൻസ് വരുന്നതെന്ന് വെച്ചാൽ അല്ല അവർക്ക് ക്യാഷ് കിട്ടുന്നതുകൊണ്ടല്ലേ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തേക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കേക്ക്സ് മാത്രമല്ല, നമുക്ക് നല്ല ഹോം മെയ്ഡ് പിക്കിൾസ് ഉണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പുറത്തുനിന്ന് ഏതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ച് ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ഈ ഒരു അച്ചാറ് കഴിച്ച് നോക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ ഒരു വട്ടം കഴിച്ചൊരു മസ്റ്റായിട്ട് അടുത്ത വട്ടം വാങ്ങിക്കും കേട്ടോ. അതെനിക്ക് അത്ര ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോൺ വെജ് ആൻഡ് വെജ് പിക്കിൾസും ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്ന കേരച്ചൂര അച്ചാറാണ്. അതുപോലെ ബീഫ് പിക്കിള് ഒക്കെ അവൈലബിൾ ആണ്. സ്മോൾ ക്വാണ്ടിറ്റീസും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ അടുത്തെന്ന് പറയുന്നത് റെക്ടാങ്കിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് കുറേ അധികം റെക്ടാങ്കിൾ കേക്ക്സ് പോകും കേട്ടോ. കൂടുതൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ ഫംഗ്ഷനാണ്, നമുക്ക് ഒരുപാട് പീസസ് കിട്ടണം ഒരു കേക്കിൽ നിന്ന് എന്നുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും റെക്ടാങ്കിൾ ചൂസ് ചെയ്യണം കേട്ടോ. റെക്ടാങ്കിൾ കേക്കിൽ നിന്ന് നമുക്ക് മാക്സിമം പീസസ് യൂണീക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ഫംഗ്ഷൻ കേക്കായിരുന്നു, അങ്ങനെ റെക്ടാങ്കിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെക്ടാങ്കിൾ കേക്കിൻ്റെ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര വ്യൂസ് ആണ് കേട്ടോ. ഒരു റെക്ടാങ്കിൾ കേക്കിന് 2 lakh വ്യൂസിനെയും കാട്ടി എബോവ് പോയി. എങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിടുന്ന ഏതെങ്കിലും ഒരു ടയർ കേക്ക് ആണെങ്കിൽ ഇത്രയും വ്യൂസ് ഒന്നും ഇല്ല. എന്താണെന്നറിയാൻ വയ്യ. ഒത്തിരി റെക്ടാങ്കിൾ ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഒരു ഫംഗ്ഷൻ കേക്ക് ആയിട്ട് തന്നെ അവർ റെക്ടാങ്കിൾ ചൂസ് ചെയ്ത് അങ്ങനെ നമ്മളിത് ഡെലിവറി ചെയ്യാനായിട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത കേക്ക് എന്ന് പറയുന്നത് 2 കുഞ്ഞ് ട്വിൻ ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് മോള് വന്നിട്ട് ഓർഡർ തന്നൊരു കേക്കാണ്. അപ്പോൾ ടോം ആൻഡ് ജെറിയുടെ ഒരു തീമൊക്കെ കാണിച്ചപ്പോൾ തീം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും റേറ്റ് ആവും. അവസാനം ആ മോള് പറഞ്ഞ് നമുക്ക്
തീമൊന്നും വേണ്ട, എനിക്കൊരു ടോമാൻ ചെറിയ കാണണമെന്ന്. അപ്പോൾ പിന്നെ കുഞ്ഞു പിള്ളേരുടെ ആഗ്രഹം നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പോഴേ ഇതാ കിടക്കുന്നത് നമ്മളുടെ ഒരു ടോപ്പർ കയ്യിലുണ്ടായിരുന്നു, അതങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്തങ്ങ് കൊടുത്തിട്ട് എന്താ ഹാപ്പി. അവർ കുട്ടികൾ ഹാപ്പി, സ്കൂളിലായിരുന്നു ഇത് കട്ട് ചെയ്താൽ പിള്ളേരെല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാനും ഹാപ്പി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഈ ഒരു കേക്ക്. അപ്പം നമ്മൾ ഈ ഷെയ്ഡ് ഒരേപോലെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അന്നത്തെ കേക്ക്സിനെല്ലാം കൂടെ ഒരൊറ്റ ഷെയ്ഡായിരിക്കും മിക്കവാറും കൊടുക്കുന്നത് കേട്ടോ. കളർ ചേഞ്ചിങ്സ് ആ ഒരു ടൈമിലൊക്കെ നടക്കാൻ പാടാണ്. പിന്നെ ചോക്ലേറ്റ് ട്രഫിൾ അതേപോലെ കുറേ കേക്ക്സ് ഉണ്ട്. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ കുറച്ച് കൂട്ടുകാരെ നമുക്കിപ്പോൾ കാണാമേ. അപ്പോൾ അതിൽ ഒരാളെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സംസാരിക്കും എന്നല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരുടെ പേര് ഷഹാന എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതാണ് 2020 കേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ പല പല വീഡിയോസും അതേപോലെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഡൗവി ഡിലൈറ്റാണ് ഇൻസ്പിറേഷൻ കേട്ടോ ഈ കേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, നമ്മളെ കാരണം ഒരാൾക്കും കൂടെ അതിൽ പറ്റിയല്ലോ. അപ്പോൾ എപ്പോഴും ഇയാളുടെ പേജസൊക്കെ വാച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഇതെൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററും ഇതേനക്ക് ഇനോഗ്രേഷന് വരാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരി ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്താണ്. പിന്നെ ഇത് എൻ്റെ വൺ ഓഫ് ദ മൈ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് കേട്ടോ, സൂര്യ. അവിടെ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ്, അവിടെ നിന്ന് കുറ്റിയും പോരുന്നു. പിന്നെ ഈ പുള്ളിക്കാരിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് സബീന, എൻ്റെ ഒരു ഭയങ്കര ഒരു വെൽവിഷറാണ് കേട്ടോ. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും എല്ലാം ഒരേപോലെ നമുക്ക് പറഞ്ഞിരുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ആദ്യം ബൈ ബൈ. We wish you a Merry Christmas.